ഈ MGS നാരായൺ നമുക്കറിയാം, ഒരുപക്ഷെ ചരിത്ര വിദ്യാർത്ഥികൾക്കുമൊക്കെ അറിയാവുന്ന വലിയ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരുപക്ഷെ മലയാളത്തിൽ കേരളത്തിന് ലോകത്തിന് കേരളം സംഭാവന ചെയ്ത ചരിത്ര പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രമുഖനായ ആൾ എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. അത് മാതൃഭൂമി ഒന്നാം പേജിൽ ആ ചരിത്രം എങ്ങനെയാണ് എന്നുള്ളത്, ആ ലേഔട്ട് കൂടി മനോഹരമാണ്. ആ ലേഔട്ട് പറഞ്ഞു തന്നെ പോകേണ്ടതുണ്ട്. സാധാരണ ഒരു ചരിത്ര രേഖ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പഴയ പുസ്തകത്താൾ പോലെ തന്നെയാണ് അതിനെ ലേഔട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതെടുത്ത് പറഞ്ഞു പോകണം. അന്താരാഷ്ട്ര പ്രശസ്തനായ ചരിത്രകാരൻ ഡോക്ടർ MGS നാരായൺ, അദ്ദേഹം ഇനി ചരിത്രം, അത് MGS നാരായൺ ചരിത്രമായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹം ചരിത്ര പണ്ഡിതൻ എന്നുള്ളതിനപ്പുറത്ത് ചരിത്രം ഒരുപക്ഷെ മലയാളിക്ക് അപരിചിതമായിരുന്ന, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്ക് അപരിചിതമായിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ദക്ഷിണേന്ത്യ കൂടി പരിഗണിക്കപ്പെടാതിരുന്ന ചരിത്രകാലത്തെ, ആ ചരിത്രത്തെ കേരളത്തെയും ദക്ഷിണേന്ത്യയും കൂടി ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വെച്ച ഒരു ചരിത്രകാരൻ എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. പ്രത്യേകിച്ചും ഒരു കാലത്ത് പോലും കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തെ എവിടെയും രേഖപ്പെടുത്താതിരുന്നപ്പോൾ MGS ആണ് അത് രേഖപ്പെടുത്തിയത് എന്ന് പത്രങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട്. മറക്കാനാവാത്ത 3 അക്ഷരം എന്ന് 9-ാം പേജിൽ വളരെ വിശദമായി, ആ 9-ാം പേജിൽ വളരെ വിശദമായി മാതൃഭൂമി പറയുന്നുണ്ട്. ഒപ്പം തന്നെ MGS നാരായണനെ കുറിച്ച് 12-ാം പേജിലും 13-ാം പേജിലും മനോരമ വളരെ വിശദമായി പറയുന്നുണ്ട്.